വയനാട് ചീരാലിൽ വീണ്ടും പുലിയാക്രമണം ഉണ്ടായിട്ടുണ്ട്. കരിങ്കാളിക്കുന്ന് താവരിമല രാജേഷിന്റെ മൂരിക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നു. പ്രദേശത്ത് പ്രതിഷേധവും ശക്തമാണ്. ആഷിഖ് റഹ്മാനുണ്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട്. ആഷിഖ്, ഇപ്പോഴും മേഖലയിൽ പ്രതിഷേധം ശക്തമാണോ? എന്താണ് വനം വകുപ്പ് പറയുന്നത്? സേതുലക്ഷ്മി, കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ചീരാലിൽ അഞ്ചാമത്തെ പുലിയുടെ ആക്രമണമാണ് ഇത് സംഭവിക്കുന്നത്. ഇതിൽ 3 ആട്ടിൻകുട്ടിയെയും ഒരു പശുക്കുട്ടിയും ഒരു മൂരിക്കുട്ടിയുമാണ് ആക്രമിച്ചത്. ഇതിൽ 3 ജീവികൾ ഇത്തരത്തിൽ ചത്തിയിട്ടുണ്ട്. അത് ഒരു ആട്ടിൻകുട്ടിയും ഒരു മൂരിൻകുട്ടിയും ഒരു പശുക്കുട്ടിയും ചാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് നാട്ടുകാരും വലിയ പ്രദേശത്തിനിടയാക്കുന്നത്. കാരണം രണ്ടാഴ്ചക്കിടെ മാത്രമാണ് 5 വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് കരിങ്കാളിക്കുന്ന് താവരിമല രാജേഷിന്റെ മൂരിക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നത്. വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് കിളിയമ്പാറ ജോയിയുടെ 1 വയസ്സുള്ള ആടിനെയും വെള്ളച്ചാൽ റിജിയുടെ 2 വയസ്സ് മാത്രം പ്രായമുള്ള പശുക്കിടാവിനെയും കൊന്നത്. ഇങ്ങനെ 5 വളർത്തുമൃഗങ്ങളെ കൊന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ അവിടെ കൂടടക്കം സ്ഥാപിച്ചെങ്കിൽ പോലും ഈ പുലിയെ പിടികൂടാനായിട്ടില്ല. നേരത്തെ വനംവകുപ്പ് അറിയിച്ചത് പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടുമെന്നായിരുന്നു. വലിയ രീതിയിൽ ഇനി ആക്രമണം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പും പ്രദേശവാസികൾ വനംവകുപ്പ് നൽകിയിരുന്നെങ്കിൽ പോലും ഈ പുലിയുടെ ആക്രമണം വർദ്ധിക്കുന്നു. അത് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രതിഷേധത്തിനിടയാക്കുന്നത്. ഈ ചീരാലിലെ പല പ്രദേശങ്ങളിൽ കരിങ്കാളിക്കുന്നടക്കം നമ്പ്യാർക്കുന്നടക്കം പല മേഖലകളിലും ഈ പുലിയുടെ സാന്നിധ്യമുണ്ട്. രാത്രി അടക്കം ഈ പുലിയെ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ പുലിയെ പിടികൂടാനോ പുലിയെ തുരത്താനോ പോലും വനവകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നത്. ഇന്ന് വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ നാട്ടുകാർ തീരുമാനിക്കുന്നുണ്ട്. ഒരുപക്ഷെ വനവകുപ്പിന്റെ ഓഫീസിലേക്ക് തന്നെ ഈ ഒരു പ്രതിഷേധം ശക്തമാക്കാൻ നടത്താൻ സാധ്യതയുണ്ട്. അതേസമയം തന്നെ വനവകുപ്പ് ഈ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കൂട് സ്ഥാപിച്ചുകൊണ്ട് പുലിയെ പിടികൂടാനുള്ള ഒരു നടപടിയാണ് വനവകുപ്പ് ആലോചിക്കുന്നത്. സേതു. ശരി, ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.